ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവിനാൽ ഒത്തിരി സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ശാലോമിൻ്റെ എല്ലാ പ്രേക്ഷകരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ആശ്വസിപ്പിക്കുവാൻ, ഒന്ന് സ്പർശിക്കുവാൻ കർത്താവ് കാത്തിരിക്കുകയാണ്. ഉറപ്പായിട്ടും വലിയ നന്മയും അനുഗ്രഹങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും തലമുറയ്ക്കുമൊക്കെ കർത്താവ് തരും. നമുക്ക് ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട ഏതെങ്കിലുമൊക്കെ മേഖലകളുണ്ടെങ്കിൽ അത് മാറ്റം വരുത്തി ആഴമായ ഒരു ദൈവാനുഭവത്തിലേക്ക് തിരിച്ചു വരാം. നഷ്ടപ്പെട്ടു പോയ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ച് കിട്ടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം മറന്ന്, ദൈവത്തിൻ്റെ വഴികൾ മറന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മാപ്പ് ചോദിക്കാം. നമ്മുടെ ദൈവം എത്രയോ കാരുണ്യവാനാണ്, എത്രയോ സ്നേഹനിധിയാണ്. വീഴുന്നവരെ താങ്ങുന്ന ദൈവം, കരയുന്നവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം, കരയുന്നവരോട് കരയുന്ന ദൈവം. ഹല്ലേലൂയ. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിൻ്റെ മുറിവുകൾ വെച്ച് കെട്ടുമെന്ന് ജെറമ്യായിലൂടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിൽ കർത്താവ് ഒരു ധനികൻ്റെയും ലാസറിൻ്റെയും ഉപമയിലൂടെ വലിയ കുറേ ആത്മീയ രഹസ്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 19 മുതൽ 31 വരെയുള്ള വചനങ്ങളാണ് ആ സംഭവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ധനികനായ മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യന് ചുമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളുമൊക്കെ ധരിച്ച് സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിച്ച് അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. അദ്ദേഹത്തിന് നല്ല ഭവനമുണ്ട്, ധാരാളം ജോലിക്കാരുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ട്, ധാരാളം സമ്പത്തുമുണ്ട്. അങ്ങനെ സമ്പത്തിൻ്റെ ആ ഒരു മികവിൽ ആനന്ദിച്ചു ജീവിക്കുന്ന, ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ആനന്ദിച്ച് ജീവിക്കുന്ന ഒരു ധനികനായ മനുഷ്യൻ. ഒരുപക്ഷെ നമ്മുടെ ഈ സമൂഹത്തിൽ ധനികരായിട്ടുള്ള അനേകരെ നമ്മൾ കാണാറുണ്ട്. ചിലർ കഷ്ടപ്പെട്ടും പണമൊന്നും ചെലവഴിക്കാതെ പിശുക്കന്മാരായിട്ടൊക്കെ അങ്ങനെ ഉണ്ടാക്കി സ്വരൂപിച്ചുണ്ടാക്കി ഒന്നും ജീവിതത്തിൽ അനുഭവിക്കാതെ മരിച്ചു പോയവരുണ്ട്. ജീവിതത്തിൽ ഒന്നും അനുഭവിച്ചില്ല, നല്ല ഭക്ഷണം പോലും കഴിക്കാൻ മരിച്ചു പോയവരുണ്ട്. ചിലരൊക്കെ മറ്റുള്ളവരെ പറ്റിച്ച് പണമുണ്ടാക്കി നന്നായിട്ട് ആനന്ദിച്ച് അടിപൊളിയായിട്ട് ജീവിച്ച് മരിച്ചു പോയവരുണ്ട്. ഒരിക്കൽ നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു സഹോദരൻ, ആ സഹോദരന് കുടുംബമൊക്കെ ഉണ്ട്, കഠിനാധ്വാനിയാണ്. നന്നായിട്ട് അധ്വാനിച്ച് ബിസിനസ്സൊക്കെ ആരംഭിച്ച് പണമുണ്ടാക്കി, പണമായിക്കഴിഞ്ഞപ്പോൾ പണം പലിശ കൊടുക്കാൻ തുടങ്ങി, പിന്നെ ബാങ്ക് തുടങ്ങി. അങ്ങനെ പണവും പലിശ കൊടുക്കലും ബിസിനസ്സും അങ്ങനെ സാമ്പത്തികമായിട്ടൊക്കെ വളർന്ന ഒരു മനുഷ്യൻ ഒരിക്കൽ നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്തു. ധാരാളം സമ്പത്തും വാഹനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുടുംബത്തിലൊരു സമാധാനമില്ല, കുടുംബത്തിലൊരു സ്വസ്ഥതയില്ല. മക്കളുടെ വഴി, ഭാര്യയുടെ വഴി, സമ്പത്തുണ്ട്, മനോഹരമായ വലിയ വീടുണ്ട്, എല്ലാം ഉണ്ട്. അദ്ദേഹം വരുന്ന ഒരു സമാധാനമില്ല. അവസാനം കൂട്ടുകാരോടൊപ്പം നിരന്തരമായിട്ട് മദ്യപാനത്തിൻ്റെ അടിമത്തത്തിലേക്ക് പോയി അവസാനം രോഗിയായി തീർന്നു. 44-ാമത്തെ വയസ്സിൽ ആ മനുഷ്യൻ മരിക്കുകയാണ്. 27 വയസ്സിൽ ബിസിനസ് രംഗത്തൊക്കെ ഇറങ്ങി ഇഷ്ടംപോലെ സമ്പത്തുണ്ടാക്കി അവസാനം 44-ാമത്തെ വയസ്സിൽ കുടിച്ച് രോഗിയായി മരിച്ച ഒരു മനുഷ്യൻ. വ്യത്യസ്തമായ മാർഗങ്ങളിൽ അധ്വാനിച്ചും പലിശയ്ക്ക് കൊടുത്തും ഒക്കെ പണമുണ്ടാക്കി അവസാനം ജീവിതത്തിൽ ഒന്നും നേടാനാവാതെ കടന്നുപോയ ചില വ്യക്തിത്വങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ആ ജീവിതത്തിൽ അധ്വാനിക്കണം, പണം സമ്പാദിക്കണം, ഇതൊക്കെ ആവശ്യമാണ്. പണം നമ്മുടെ ജീവിതത്തിന് ആവശ്യമുണ്ട്. പക്ഷെ അധാർമിക വഴികളിലുള്ള പണസമ്പാദനം,
ആ പണം സമ്പാദിച്ചിട്ട് സുഖലോലുപതയിലും ആഡംബരത്തിലുമൊക്കെ ജീവിക്കുന്ന ഒരു ശൈലി, അഹങ്കാരത്തിൻ്റെ ശൈലി, അതൊരിക്കലും ശരിയല്ല. വചനം പറയുന്നുണ്ട്, അഹങ്കാരി നീ തട്ടിവീഴും, നിന്നെ എഴുന്നേൽപ്പിക്കുവാനായിട്ടാരും ഉണ്ടാവത്തില്ല. എല്ലാം ദൈവത്തിൻ്റെ ദാനമായിരിക്കെ എന്തിനാണ് നീ അഹങ്കരിക്കുന്നത്? നിൻ്റെ ആരോഗ്യം, നിൻ്റെ സമ്പത്ത്, നിൻ്റെ പട്ടുവസ്ത്രങ്ങൾ, നിൻ്റെ നല്ല വീട്, നിൻ്റെ മക്കൾ, നിൻ്റെ ബിസിനസ്, നിനക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമല്ലേ? എന്തിനാണ് നീ അഹങ്കരിക്കുന്നത്? ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. സമ്പത്ത് സമ്പാദിച്ചുകൊണ്ട് ആർമാദിച്ചു ജീവിക്കുന്ന ധാരാളം വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സുഖലോലുപതയിലും ലഹരിയിലും ആഡംബരങ്ങളിലുമൊക്കെ മുഴുകി ജീവിക്കുന്ന അനേക വ്യക്തികളുണ്ട്. ഇത് വളരെ വളരെ ഗൗരവമേറിയ തെറ്റു തന്നെയാണ്. വളരെയേറെ ഗൗരവമേറിയ പാപത്തിൻ്റെ വഴികളിലൂടെയാണ് അങ്ങനെ ചിലരൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ചില വിശ്വാസികൾ പണം, മദ്യം, ലഹരി ലോകത്ത് ജീവിക്കുന്നുണ്ട്. ഒരു സോഷ്യലൈസേഷന് വേണ്ടി മാത്രം വല്ലപ്പോഴും ഞായറാഴ്ചകളിൽ ദേവാലയത്തിൽ പോകുന്നവർ മാത്രം, അങ്ങനെ ചില വ്യക്തികളുണ്ട്. വിശ്വാസമെന്ന് പറയുന്നില്ല, ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി മാത്രമായിട്ട്, ദൈവമായിട്ട് വ്യക്തിപരമായിട്ട് ബന്ധമില്ല. അവർക്കാകെയുള്ള ബന്ധമെന്ന് പറയുന്നത് പണം, പണം, എങ്ങനെ പണമുണ്ടാക്കാം, അതിന് ഏത് കൃത്രിമ മാർഗങ്ങളും സ്വീകരിക്കും, വഞ്ചനകൾ സ്വീകരിക്കും, ബ്ലേഡ് നടത്തും, പലിശക്ക് കൊടുക്കും, മദ്യം വിൽക്കും, മദ്യഷാപ്പിന് കെട്ടിടം കൊടുക്കും, എന്നാ വേണമെങ്കിലും ചെയ്യും. അപ്പം ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ധനം സമ്പാദിക്കുക, സുഖമായിട്ട് ജീവിക്കുക, ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ലോകത്തിൻ്റെ ഒരു ജീവിതം നയിക്കുക, ഇതല്ല നമ്മുടെ ആത്മീയ ജീവിതമെന്ന് പറയുന്നത്. അതേക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ വചനത്തിൽ കാണുകയാണ്. ഈ ധനികനായ മനുഷ്യൻ്റെ വീട്ടുവാതിക്കൽ ഒരു ദരിദ്രൻ കിടന്നിരുന്നു, ലാസർ എന്നൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പേര് ലാസർ എന്നായിരുന്നു, ഒരു പാവപ്പെട്ട മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ശരീരത്തിൽ മുഴുവൻ വ്രണങ്ങൾ നിറഞ്ഞിരുന്നു, ഈച്ച പൊതിഞ്ഞ് ദുർഗന്ധം വമിച്ച വ്രണങ്ങൾ. ആ മനുഷ്യൻ ആ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന ഭക്ഷണം കൊണ്ടെങ്കിലും വിശപ്പടക്കാനായിട്ട് ആഗ്രഹിച്ചു, പക്ഷെ അതുപോലും കിട്ടിയില്ല. നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കി. ഹല്ലേലൂയ. നായ്ക്കൾ, പട്ടികൾ വന്ന് വ്രണങ്ങൾ നക്കി. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു, പ്രായമുള്ള ഒരു അമ്മയെ ഒരു നായ ഓടിച്ചിട്ട് കടിച്ചു, പേയുള്ള നായ കടിച്ചു കീറുതായിട്ടൊക്കെ ഇങ്ങനെ വായിച്ചു. ഇവിടെ ലാസറിനെ ഒരു നായ നക്കിയതേ ഉള്ളൂ. ഇന്നാളൊരിക്കൽ വായിച്ചു, ഒരു കൊച്ചുകുട്ടിയെ നായ കടിച്ചു കീറി കൊന്നതായിട്ട്. പേപിടിച്ച നായ്ക്കൾ. ഇതുപോലെ തന്നെ പേപിടിച്ച മനുഷ്യരുമുണ്ട്. എന്ത് അധാർമികത ചെയ്യാനായിട്ട് മടിയില്ലാത്ത മനുഷ്യർ. ലാസർ എന്ന പാവമനുഷ്യൻ വ്രണങ്ങൾ നിറഞ്ഞ് എല്ലാവരാലും അവഗണിക്കപ്പെട്ടു. ആരും ഒന്ന് സഹായിക്കാനായിരുന്നു. ആ ധനികൻ ആ വഴിക്കേക്ക് തിരിഞ്ഞു നോക്കിയിട്ടേയില്ല. ലാസർ മരിച്ചു. സംഭവിച്ചതെന്താ? ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് എടുത്തു, സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ഈ ലോകത്തിൽ അവഗണനയും ഒറ്റപ്പെടലും തിരസ്കരണങ്ങളും രോഗങ്ങളും നൊമ്പരങ്ങളും എല്ലാം അനുഭവിച്ച് മഞ്ഞും ചൂടും തണുപ്പും വെയിലുമേറ്റ് ഒരു ഭിക്ഷക്കാരനെ പോലെ കിടന്ന ആ മനുഷ്യൻ്റെ ആത്മാവിനെ ദൈവദൂതന്മാർ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി, ദൈവ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ. സ്വർഗമൊരു യാഥാർത്ഥ്യമാണ്, നരകമൊരു യാഥാർത്ഥ്യമാണ്, ശുദ്ധീകരണ സ്ഥലമൊരു യാഥാർത്ഥ്യമാണ്. ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു. നോക്കൂ, ആ ധനികൻ മരിച്ച് അടക്കപ്പെട്ടു.
ലാസർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ലാസർ മാലാഖമാരാൽ എടുക്കപ്പെട്ടു. ധനികൻ അടക്കപ്പെട്ടു, കല്ലറയ്ക്കുള്ളിൽ അടക്കപ്പെട്ടു. പിന്നെന്താ പറയുന്നറിയാവോ? അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി. ഹല്ലേലൂയ. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ, ലൂക്കാ 16:23 അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി. ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെ കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹാമേ, എന്നിൽ കനിയണമേ. തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എന്നെ നാവ് തണുപ്പിക്കാൻ ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. കണ്ടോ, നരകത്തിൽ കിടക്കുന്നു, അഗ്നിജ്വാലയിൽ യാതന അനുഭവിക്കുന്നു. ഒരിറ്റു വെള്ളം വേണം, ദാഹിച്ച് ഞാൻ വലയുകയാണ്. അഗ്നിയിൽ ആത്മാവ് വെന്തു നിറുകയാണ്. എനിക്കെൻ്റെ ദൈവത്തെ കാണാൻ പറ്റുന്നില്ല. നരകത്തിൻ്റെ അഗ്നിയിൽ കിടക്കുന്ന ധനികനായ ആ മനുഷ്യനെ അവിടെ വ്യക്തമായിട്ട് യേശു വരച്ചു കാണിക്കുകയാണ്. ഇത് നരകമുണ്ട് എന്നതിൻ്റെ വ്യക്തമായ ഒരു സൂചനയാണ്. ഇതാരും മറക്കണ്ട. നരകമൊരു യാഥാർത്ഥ്യമാണ്, സ്വർഗമൊരു യാഥാർത്ഥ്യമാണ്, ശുദ്ധീകരണ സ്ഥലം ഒരു യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ